കർക്കിടക മാസമൊക്കെ അല്ലേ, എല്ലാവരും ഉലുവക്കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കഴിച്ചോ? അപ്പോൾ ഇന്ന് ഞാൻ കർക്കിടക മാസത്തിൽ എല്ലാവരും കഴിച്ചിരിക്കേണ്ട ഒന്നാണ് നമ്മുടെ നടുവേദന, കാലുവേദന, അതേപോലെ ശരീരവേദനയൊക്കെ പറ്റിയൊരു റെസിപ്പിയാണിത്. അപ്പോൾ തുടർച്ചയായി 7 ദിവസം ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ വേദനകളൊക്കെ പമ്പ കിടക്കും. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഉലുവയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് ഉലുവ എടുത്തിട്ടുണ്ട്. ഉലുവ നന്നായി കഴുകിയതിന് ശേഷം ഇത് നമുക്ക് ഒരു 8 മണിക്കൂർ കുതിർത്ത് വെക്കാം. ഇത് രാവിലെയാണ് ഉണ്ടാക്കി കഴിക്കേണ്ടത്, അതുകൊണ്ട് ഞാൻ രാത്രിയാണ് ഇത് കുതിർത്ത് വെക്കുന്നത്. അപ്പോൾ ഇത് നന്നായി കുതിർത്ത് വെക്കാം. ഇവിടെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാം. ഇത് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. അതേപോലെ ഇത് കുട്ടികൾക്കും മുതിർന്നവർ പിന്നെ പ്രത്യേകിച്ച് കഴിക്കും, കുട്ടികൾക്കും അതേപോലെ തന്നെ ഇഷ്ടപ്പെടും. ഇത് 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഉലുവ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ചേർക്കാൻ ഇത് ഉലുവയുടെ നേർ പകുതി അരി എടുത്തിട്ടുണ്ട്. ഞാൻ പുഴുങ്ങലരിയാണ് എടുത്തിട്ടുള്ളത്. ഏതരി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. എപ്പോഴും ഉലുവ കൂടുതലും അരി കുറച്ചും എടുക്കണം. അപ്പോൾ അതും കൂടി നമുക്ക് കഴുകിയെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉലുവയിലെ വെള്ളം കുറച്ച് അരിച്ച് വെക്കുന്നുണ്ട്. ഇത് നമ്മൾ ഹെയർ വാഷ് ചെയ്യാനും അതേപോലെ കുടിക്കാനും നല്ലതാണ്. ഷുഗർ പേഷ്യൻസിനൊക്കെ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ബാക്കിയുള്ളത് ഞാൻ ഇതിലേക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ച അരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരി എപ്പോഴും നമ്മുടെ ഉലുവയേക്കാളും പകുതി ഹാഫ് ക്വാണ്ടിറ്റി എടുക്കേണ്ടത്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. കുക്കർ അടച്ചതിന് ശേഷം നമുക്കൊരു 3-4 വിസിലിന് ഇത് വേവിച്ചെടുക്കാം. ഉലുവ നന്നായി വെന്ത് വരണം. അപ്പോൾ ഉലുവ വെന്ത് വരുന്ന സമയം കൊണ്ട് ഞാനിവിടെ ജാഗറി എടുത്തിട്ടുണ്ട്. ജാഗറി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഉലുവയിലേക്ക് തേറ്റാമ്പരൾ എന്നൊരു ഇതുണ്ട്, അതും കൂടി ചേർക്കുമായിരുന്നു. അതിവിടെ കിട്ടാനില്ല, അതുകൊണ്ട് ഞാനത് ചേർത്തിട്ടില്ല. പിന്നെ വീട്ടിൽ അമ്മയൊക്കെ ഉണ്ടാക്കുമ്പോൾ തേറ്റാമ്പരളൊക്കെ കുത്തി വേവിച്ചിട്ട് ചേർത്തിട്ടാണ് ഉണ്ടാക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇത്. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മുടെ ഉലുവ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചീവി വെച്ച ജാഗറി ചേർത്ത് കൊടുക്കാം. ഒട്ടും തന്നെ കയ്പൊന്നും ഉണ്ടാവില്ല ഇത് കഴിക്കുമ്പോൾ. പിന്നെ ഇതിലേക്ക് നമ്മൾ ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ വേണമെങ്കിൽ അരച്ചിട്ടും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അധികം ഒന്നും ചേർക്കേണ്ട, ഒരു പിഞ്ച് ഉപ്പ് ചേർത്താൽ മതിയാവും. അപ്പോൾ ജാഗറി കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇത് നന്നായി തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ ഉലുവക്കഞ്ഞിയിൽ നന്നായി തിള വന്നിട്ടുണ്ട്. കൂടി നന്നായി തിളപ്പിച്ചിട്ട് ഒരു നല്ല കുഴമ്പ് പരുവാകുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഉലുവക്കഞ്ഞി തിളച്ച് നന്നായി പാകമായതിന് ശേഷം ഗ്യാസ് ഓഫാക്കിയതാണ്. ഇത് കണ്ടില്ലേ. ഇനി നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് കുട്ടികൾക്കും ഇഷ്ടപ്പെടും. അപ്പോൾ രാവിലെ ഇത് ഒരാഴ്ച നമ്മൾ കണ്ടിന്യൂസ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ മുട്ടുവേദന, കാലുവേദന ഒക്കെ പമ്പ കിടക്കുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫ്രണ്ട്. ഉലുവക്കഞ്ഞി നിങ്ങളും ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നത് കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ല റെസിപ്പിയുമായി കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. Our hearts beat to the city streets. We began to feel the fire.